നമസ്തേ. അസംപ്രജ്ഞാത സമാധി, ആ സമാധിയുടെ വിശേഷമാണ് ഈ സൂത്രത്തിലൂടെ പറയുന്നത്. പരവൈരാഗ്യം എന്ന രീതിയിൽ സൂത്രം 16 അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തത്പരം പുരുഷഖ്യാതിർ ഗുണവൈതൃഷ്ണ്യം എന്നതായിരുന്നു ആ 16ാമത്തെ സൂത്രം. ഇപ്പോൾ ഗുണങ്ങൾ പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പരവൈരാഗ്യം. ആ പരവൈരാഗ്യം നിരന്തരമായി അഭ്യസിച്ചു കൊണ്ടിരുന്നാൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമായ അസംപ്രജ്ഞാത സമാധിയിൽ എത്തിച്ചേരും. അതാണ് സൂത്രം 18 പറയുന്നത്. വിരാമ പ്രത്യയഭ്യാസപൂർവ സംസ്കാരശേഷോ അന്യ എന്നതാണ് സൂത്രം. വിരാമപ്രത്യയം, പ്രത്യയങ്ങളെല്ലാം വിരാമമായതിനു ശേഷം. പ്രത്യയങ്ങൾ ചിത്തവൃത്തികൾ, ചിത്തവൃത്തികളെല്ലാം വിരാമമാവുക, അടങ്ങി, എല്ലാ ചിത്തവൃത്തികളും അടങ്ങി അഭ്യാസപൂർവം മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഭ്യാസത്തെ തുടർന്ന് ചിത്തവൃത്തികളെല്ലാം അടങ്ങി പരവൈരാഗ്യത്തിലെ അഭ്യാസങ്ങൾ, പരവൈരാഗ്യത്തിൽ തന്നെ ചിത്തത്തെ നിലനിർത്തിക്കൊണ്ട് ചെയ്ത അഭ്യാസങ്ങളെല്ലാം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ സംസ്കാരശേഷ, സംസ്കാരം ശിഷ്ടമായിപ്പോൾ, സംസ്കാരം നമ്മുടെ സ്വഭാവങ്ങളെല്ലാം കുറഞ്ഞ് മുമ്പുണ്ടായിരുന്ന സംസ്കാരം ശിഷ്ടമാവും. അതിൻ്റെ ഒരു അംശം മാത്രം ബാക്കിയാവും. അതാണ് സംസ്കാരശേഷം. ആ തലത്തിൽ എത്തിച്ചേരുന്നതാണ് അന്യം, മറ്റേത്. സൂത്രം 17 സംപ്രജ്ഞാത സമാധിയെ വിവരിച്ചിട്ടുണ്ട്. ആ സംപ്രജ്ഞാത സമാധി അല്ലാത്തത് എന്നതാണ് അന്യ എന്ന ശബ്ദത്തിന് ഇവിടെ അർത്ഥം. അതുകൊണ്ടാണ് അസംപ്രജ്ഞാത സമാധി എന്നതിന് നാമകരണം ചെയ്ത്. ദ്വൈതം അദ്വൈതം എന്നൊക്കെ വിളിക്കുന്നത് പോലെ സംപ്രജ്ഞാത സമാധി, അസംപ്രജ്ഞാത സമാധി എന്ന് രണ്ടെണ്ണമായി തിരിച്ചിരിക്കുന്നു. ഇത് പരവൈരാഗ്യാവസ്ഥയുടെ ഉയർന്ന തലമാണ്. പരവൈരാഗ്യാവസ്ഥ നേരത്തെ പറഞ്ഞു, ഗുണങ്ങൾ പോലും ശേഷിക്കുന്നില്ല, നിർമ്മമമായി ഇരിക്കുന്ന അവസ്ഥ. മൺകട്ട എന്നോ പൊൻകട്ട എന്നോ വിവേചനമില്ലാതെ കാണുന്ന അവസ്ഥ. ആ ഒരു ചിത്തതലം, ചിത്തസ്വരൂപം, ആ സ്വരൂപത്തിൽ തന്നെ നിരന്തരമായി അഭ്യസിച്ച് കൊണ്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം സമാധി അവസ്ഥയിലേക്ക് എത്തിച്ചു. അതിന് നിർബീജ സമാധി, ജീവൻ മുക്തി എന്നൊക്കെ പറയും. ജീവിച്ചിരിക്കെ തന്നെ മോക്ഷം കിട്ടുക, മോക്ഷം കിട്ടുക, സ്വാതന്ത്ര്യം. സാധാരണ മോക്ഷം, മുക്തി എന്നൊക്കെ പറയുന്നത് ഈ ശരീരം ഉപേക്ഷിക്കുമ്പോഴുള്ളതാണ്. ശരീരം ഒരു ബാധ്യതയായി തീരുകയും ആ ശരീരം തന്നെ ഇല്ലാതാവുകയും ചെയ്യുമ്പോഴാണ് മോചനം, മുക്തി ഉണ്ടാവുക എന്ന് പറയാം. എന്നാൽ അസംപ്രജ്ഞാത സമാധിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്തിക്കൊണ്ട് തന്നെ മുക്തി ലഭിക്കും. ആ സമയത്ത് ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അത്തരം സന്യാസി വര്യന്മാരെ കുറിച്ചൊക്കെ സ്വാമി രാമയുടെയൊക്കെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾക്കിതൊക്കെ സങ്കല്പിക്കാൻ വേണ്ടി കഴിയുക. രമണ മഹർഷി ഒക്കെ ഈ ജീവൻ മുക്തി നേടിയ മഹാനുഭാവനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അടുത്ത സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയാം. കാരണം ഈ അസംപ്രജ്ഞാത സമാധി എന്നുള്ളത് നല്ല ക്രമികമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ്. സംപ്രജ്ഞാത സമാധി, ചിത്തവൃത്തി നിരോധനം, യോഗാഭ്യാസം, ഇങ്ങനെ ഒരു ക്രമമുണ്ട് ഇതിന്. ആ ക്രമത്തിൽ നമ്മളിപ്പോൾ സംപ്രജ്ഞാത സമാധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ധ്യാനത്തിലിരിക്കാൻ തുടങ്ങി നമുക്കൊരു 10-40 മിനിറ്റൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സംപ്രജ്ഞാത സമാധിയിലാണ്.
ആ സംപ്രജ്ഞാത സമാധിയുടെ 4 അവസ്ഥകളെക്കുറിച്ച് 17ാമത്തെ സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലെവല് കൂട്ടി 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 രൂപവും വിട്ട് മാനസികമായ ഭാവവും വിട്ട് അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, അസ്മിതം തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. നിരന്തരമായി അഭ്യസിച്ച് കഴിഞ്ഞാൽ കഴിയും. അതും കഴിഞ്ഞിട്ടാണ് പരവൈരാഗ്യം. അത് കഴിയുമ്പോഴേക്ക് നമ്മൾ പരവൈരാഗ്യാവസ്ഥയിലേക്ക് എത്തും. ഇതാണ് അസംപ്രജ്ഞാത സമാധിയിൽ നിന്ന് ജീവൻ മുക്തിയിലേക്കുള്ള പ്രയാണത്തിൻ്റെ രീതി. അങ്ങനെയല്ലാതെയും അസംപ്രജ്ഞാത സമാധിയിലേക്ക് വളരെ ഡയറക്റ്റായിട്ട് ജന്മനാ തന്നെ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്ന ആളാണ് രമണ മഹർഷി. അത് അങ്ങനെയുള്ള സമാധി അവസ്ഥയെക്കുറിച്ചാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാം. സമാധി അവസ്ഥയിലേക്കുള്ള നിരന്തരമായ പരിശീലനം, അത് തലച്ചോറിൻ്റെ DMN ആക്ടിവിറ്റി, ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നാണ് അതിനെ പറയാം. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് DMN, അതിൻ്റെ തീവ്രത കുറക്കും, അത് ഇല്ലാതാവും. നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാനം പരിശീലിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. വെറുതെ ഇരിക്കുന്ന സമയത്തും ധ്യാനം പരിശീലിക്കുമ്പോഴും വെറുതെ ഇങ്ങനെ കിടക്കുക, ഇരിക്കുക, ഒന്നും ചെയ്യാതെ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ വളരെ ലാഘവത്തോടു കൂടി ചെയ്യാവുന്ന ജോലികൾ, ശാരീരികമായ ശ്രദ്ധ വേണ്ടാത്ത ജോലികൾ, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിന്ത നടന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ സംഭാഷണം ചെയ്യുന്നുണ്ടാവും, ചോദ്യോത്തരങ്ങൾ പറയുന്നുണ്ടാവും, കഴിഞ്ഞകാല ഓർമ്മകൾ അതിനെ അയവിറക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മുമ്പ് നടന്നൊരു സംഭവത്തെ വിശകലനം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നുണ്ടാവും. അപ്പോഴൊക്കെ ചോദ്യോത്തരങ്ങളായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. സ്വന്തം ഉള്ളിലുള്ള ഇനി എടുക്കാൻ പോകുന്ന തീരുമാനത്തെ ഒരു വിശകലനം ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ കുറേ പ്രവർത്തികൾ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും. ഇതിനെ ക്ഷിപ്തം വിക്ഷിപ്തം എന്നാണ് 1ാമത്തെ സൂത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ക്ഷിപ്ത വിക്ഷിപ്താവസ്ഥകൾ അല്ലെങ്കിൽ DMN ആക്ടിവിറ്റി കുറഞ്ഞു വരും. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണ്. ചെയ്തുകൊണ്ടിരിക്കെ ഇഡ്ഡലിക്ക് എന്താണ് കറി ഉണ്ടാക്കുക എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മകൻ്റെ പഠനത്തിന് എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ വരുന്നതാണ് ചിന്തകൾ. അനുബന്ധമായിട്ട് കുറേ ചിന്തകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കാനാണ് പോകുന്നതെങ്കിൽ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ ചിത്തവൃത്തി നിരോധനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ധ്യാനം പരിശീലിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചിന്തകൾ കുറഞ്ഞ് വരും. അവിടെ ചിത്തവൃത്തികളെ ഇല്ലാതാവും. വളരെ ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ചിത്തസ്വരൂപം തന്നെ പ്രകാശിക്കും. ചെറിയൊരു വൈബ്രേഷനൊക്കെ ഉണ്ടാവും. ചെറുതായിട്ടുള്ളൊരു ആന്തോളനം, ചെറിയൊരു ആട്ടം ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു പ്രകാശം ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ധ്യാനം, മെഡിറ്റേഷൻ, ചിത്തവൃത്തി നിരോധനത്തിലൂടെ തുടർന്ന് വരുന്ന ധ്യാനം നമ്മൾ നിരന്തരം പരിശീലിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ അസംപ്രജ്ഞാത സമാധിയിലും എത്തിച്ചേരാം. നമസ്തേ.